ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിഷാസ് പവർഫുൾ കിച്ചൺ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിന്ന് വീഡിയോയിൽ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ട്. അത് വറുത്തരച്ച കറി വയ്ക്കാം കേട്ടോ. മത്തി വറുത്തരച്ച കറി. അപ്പോൾ അതിനായിട്ട് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ ചുവന്നുള്ളി ഇവ നന്നായി ക്ലീൻ ചെയ്ത് ഒന്ന് അമ്മിക്കല്ലിലിട്ടിട്ട് കേട്ടോ, അരകല്ലിലിട്ടിട്ട് തന്നെ അരച്ചെടുക്കാം. അപ്പോൾ ആദ്യം അതാണ് ചെയ്യുന്നത്. അതിനു മുൻപ് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ ഇനി നമ്മൾ അടുപ്പത്ത് ചട്ടി വെച്ചു. വറുത്തരച്ച മത്തിക്കറിയാണേ. അപ്പോൾ നമുക്ക് വറുത്തരയ്ക്കാനുള്ള തേങ്ങ ചിരകിയതുണ്ട്. ഒരു മുറി തേങ്ങ ചിരകിയത് അത് നമുക്ക് അപ്പുറത്തെ ചട്ടിയിൽ, ചീഞ്ചട്ടിയിൽ വറുത്തെടുക്കാം. ഇവിടെ ചട്ടിയിൽ നമുക്ക് മസാലകളൊക്കെ ഒന്ന് ഉണ്ടാക്കാം. അതിനായിട്ട് ചട്ടി ചൂടായി വരുമ്പോൾ, വെള്ളമില്ലാതെ ആയിട്ട് വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത്, വെളിച്ചെണ്ണയിൽ വേണം കേട്ടോ ഈ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാൻ. അപ്പോൾ തുടങ്ങിയാലോ. ചട്ടിയൊക്കെ ചൂടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ചൂടായി വരുമ്പോൾ വെള്ളമെല്ലാം വറ്റി കഴിയുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. എന്നിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ തേങ്ങ ചിരകിയത് നമുക്ക് അവിടെ ചീഞ്ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വറക്കുകയും ചെയ്യാം. അപ്പോൾ തേങ്ങ വറക്കുമ്പോൾ നമ്മൾ പെരിഞ്ചീരകം ചേർക്കുന്നുണ്ട് കേട്ടോ. മീൻ കറിയല്ലേ, അപ്പോൾ പെരിഞ്ചീരകവും വേണമെങ്കിൽ ചുവന്നുള്ളി അവിടെ വറക്കുന്നതിൽ ചേർക്കാം, ചെറിയ ഉള്ളി. അപ്പോൾ ഞാനിവിടെ പെരിഞ്ചീരകം മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ അതൊന്ന് അടുപ്പത്ത് വറുത്തെടുക്കുക. അതുപോലെ തന്നെ ഈ അടുപ്പ് ചട്ടിയൊക്കെ ഒന്ന് ചൂടായി വരുന്ന സമയം നമുക്ക് വെളുത്തുള്ളിയും വഴറ്റിയെടുക്കാം. അങ്ങനെ നമ്മൾ ഇന്ന് കിച്ചണിൽ ചെയ്യാൻ പോകുന്നത് മത്തി വറുത്തരച്ച് കറി കേട്ടോ. മത്തി വറുത്തരച്ചത്. ഇനി നമുക്ക് ആ ചതച്ച് വെച്ചിരിക്കുന്ന ഐറ്റംസൊക്കെ ഒന്ന് ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി, പച്ചമുളക്, നമ്മളിവിടെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു 4-5 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ചുവന്നുള്ളി, പിന്നെ ഒരു തക്കാളി, ഒരു തക്കാളി, പിന്നെ ഒരു വലിയ സവാള ആയതുകൊണ്ട് അതിൻ്റെ ഒരു പകുതി സവാള എടുത്തിട്ടുണ്ട്. അതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ വഴറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി അപ്പുറത്തെ അടുപ്പിൽ നമ്മൾ തേങ്ങ വറക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് വഴറ്റി വരുന്ന സമയം ഇനി നമ്മൾ ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി സവാളയ്ക്ക് ഒന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട്, പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് നമ്മൾ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഉപ്പ് പാകമൊക്കെ നോക്കിയിട്ട് വേറെ ചേർക്കാം. ഇപ്പോൾ തൽക്കാലം നമ്മൾ സവാള ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിലിടയ്ക്ക് അപ്പുറത്തെ ചീഞ്ചട്ടി ശ്രദ്ധിക്കാൻ മറക്കരുത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് തക്കാളി ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞു വയ്ക്കാം. അതുപോലെ കറിവേപ്പില ഇതെല്ലാം ഇട്ടിട്ട് ഇനി ഉള്ളി ഒന്ന് വാടിയതിന് ശേഷം മാത്രം തക്കാളി നമ്മൾ വഴറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അതിലേക്ക് ഇട്ടാൽ മതി. ഇനി നമ്മുടെ തക്കാളി ഇട്ട് കഴിഞ്ഞു. ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ അതുപോലെ തന്നെ കറിവേപ്പില ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ എല്ലാം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇതെല്ലാം ചേർത്തൊന്ന് മസാലകളൊക്കെ ഒന്ന് ചൂടായി വരണം. ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമ്മളെ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. ഇനി നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള പുളി ഒഴിക്കാം. അങ്ങനെ നമ്മളുടെ കറിക്ക് ആവശ്യത്തിനുള്ള പുളി ഒഴിച്ചു കൊടുക്കുക. അത് പോരാത്തതിനുള്ള വെള്ളം, നമുക്ക് കറിക്ക് എത്രയാണോ വെള്ളം വേണ്ടത് അത് ഒഴിച്ചു കൊടുക്കാം. ഇനിയൊന്ന് നന്നായിട്ട് തിളക്കട്ടെ. അപ്പോൾ നമുക്ക് അടച്ചു വയ്ക്കാം. ആ സമയം നമുക്ക് നമ്മുടെ തേങ്ങ, മറ്റേ അടുപ്പത്തുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് നമ്മുടെ കറിയൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയം നമുക്ക് നമ്മുടെ മീൻ ഓരോന്നായിട്ട്, കറിയിലേക്ക് വേണ്ട മീൻ ഇട്ട് കൊടുക്കാം. കറിക്കായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന മീൻ നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ആ സമയം നമ്മളുടെ തേങ്ങ വറുത്തത് ഇവിടെ ആയിട്ടുണ്ട്. അതൊന്ന് അരകല്ലിൽ അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളുടെ അരകല്ലിൽ അരയ്ക്കുമ്പോൾ പൊടിച്ചെടുക്കുക. ആദ്യം പൊടിച്ചെടുക്കുക, എന്നിട്ട് വെള്ളം ചേർത്ത് അരച്ചാൽ മതി. അപ്പോൾ അതും നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുക. ഇവിടെ കറണ്ട് പോയിട്ട് എല്ലാവരും ക്ഷമിക്കുക, കറണ്ട് ഇല്ല, കറണ്ട് പെട്ടെന്ന് പോയതാണ്. അപ്പോൾ നമ്മൾ ആ തേങ്ങ അരച്ചതും നമ്മൾ കറിയിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി അടച്ചു വയ്ക്കുക. ഇനി ഉപ്പുണ്ടോ എന്നുള്ളത് നോക്കാം.
പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കുക, കുറവുണ്ടെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ട്. നമ്മൾ ആ ഉള്ളി വഴറ്റുമ്പോൾ മാത്രം ഇട്ട് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ചേർത്ത് കൊടുക്കുക. പാകത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് തിളക്കട്ടെ, നന്നായിട്ട് തിളക്കട്ടെ. അപ്പോൾ തേങ്ങ ചേർത്ത് ഒന്ന് തിളയ്ക്കുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയം നമുക്ക് വറക്കാനുള്ള മത്തി വരകിയെടുക്കേണ്ടതുണ്ട്, അതൊക്കെ ക്ലീൻ ചെയ്ത് വെക്കാം. അതുപോലെ പഞ്ഞിമീനുണ്ട്, അതൊക്കെ ഒന്ന് വറുത്ത് എടുക്കണം. അപ്പോൾ അതിനുള്ള മസാലയൊക്കെ ഒന്ന് തേച്ച് വെക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും ചേർക്കണേ ഉള്ളൂ. വെളുത്തുള്ളി ചേർക്കാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. വെളുത്തുള്ളി ഞാൻ ഇപ്പോൾ ചേർക്കുന്നില്ല. ഇത്രയും ചേർത്ത് നമ്മൾ മത്തി വറക്കുന്നതിന് വേണ്ടിയുള്ള മസാല തയ്യാറാക്കി അതിൽ തേച്ച് പിടിപ്പിച്ച് വെച്ചു. അപ്പോൾ ഈ തേങ്ങ വറുത്ത ചട്ടിയിൽ തന്നെ ഞാനവിടെ മത്തി വറക്കാൻ പോവുകയാണ്. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മളുടെ അടിപൊളി മത്തി വറുത്തരച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വറുത്തരച്ച മത്തിക്കറി ഇപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി ഇത് ഉള്ളി തൂമിക്കണമെങ്കിൽ തൂമിക്കുക, ഇല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. നമ്മളൊക്കെ ആദ്യമേ വഴറ്റി ഇട്ടിട്ടുള്ളതാണ്. വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഒരു കറിവേപ്പില ഇട്ട് കൊടുത്താൽ നമ്മളുടെ കറി എണ്ണ അങ്ങനെ തെളിഞ്ഞ് വരും മേലെ. അപ്പോൾ അടിപൊളി കറി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് മത്തി വറക്കാം. അതിവിടെ അപ്പുറത്തെ അടുപ്പിൽ കുറച്ച് ദോശ ഉണ്ടാക്കണേ, മാവുണ്ടേ, ദോശമാവ് ബാക്കിയുണ്ട്. അപ്പോൾ ആ ദോശ ഒന്ന് ചുടുകയാണെങ്കിൽ ഉണ്ണിക്കുട്ടൻ ഈ കറിയും കൂട്ടി ഒന്ന് കഴിച്ചോളും. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് ഈ മത്തിക്കറിയും ദോശയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാനിവിടെ മത്തി വറക്കട്ടെ. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ, ബായ്, താങ്ക് യു.